ഗ്രഹങ്ങളുടെ രാശിമാറ്റം എല്ലാവരുടെ ജീവിതത്തിലും അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. സൂര്യൻ ആത്മകാരകനാണ്. ഗ്രഹങ്ങളിൽ രാജാവിന്റെ സ്ഥാനമാണുള്ളത്. ജനുവരി 14 സൂര്യദേവൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് രാശി മാറും. സൂര്യന്റെ ഈ മകരൻ രാശിയിലേക്കുള്ള സംക്രമമാണ് മകരസംക്രമം. അപ്പൊ സൂര്യൻ ശനിയുടെ രാശിയിലേക്കാണ് മാറുന്നത്. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് മാറും. അപ്പോൾ ഇനിയുള്ള 6 മാസം സൂര്യദേവൻ ഉത്തരായനത്തിലാണ് സഞ്ചരിക്കുക. അപ്പൊ സൂര്യന്റെ ഈ മകരസംക്രമം ചില രാശിക്കാർക്കുണ്ടായിരുന്ന അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, പ്രയാസങ്ങളൊക്കെ മാറിയിട്ട് അവർക്ക് ജീവിതത്തിൽ ഉയർച്ചയും ധനലാഭവും ഉണ്ടാക്കും. അപ്പൊ ആരുടെയൊക്കെ ജാതകത്തിൽ സൂര്യൻ ബലവാനാണ്, അതുപോലെ തന്നെ സൂര്യൻ മകരൻ രാശിയിലുണ്ട്, അതുപോലെ സൂര്യദശാകാലം ഇപ്പോൾ നടക്കുന്നുണ്ട്, അവർക്കൊക്കെ ഇതിന്റെ പോസിറ്റീവ് ഫലവും ലാഭവും കിട്ടും. അതുപോലെ തന്നെ അവർക്ക് പുതിയ തൊഴിലവസരങ്ങൾ കിട്ടുക, അതുപോലെ ജോലി ഇല്ലാത്ത ആളുകൾക്ക് ജോലി കിട്ടുക, പിന്നെ കടബാധ്യതകളൊക്കെ മാറിക്കിട്ടും, വീട്, വസ്തു, വാഹന ലാഭം ഉണ്ടാകും, ശുഭകാര്യങ്ങൾ നടക്കും. പിന്നെ എല്ലാ മേഖലയിലും വിജയിക്കാനായിട്ട് സാധിക്കും. ഭാഗ്യവും ധന അഭിവൃദ്ധി ഉണ്ടാകും. ഇനി ഏതൊക്കെ രാശിക്കാർക്കാണ് ഈ മകരസംക്രമം ഗുണങ്ങൾ കിട്ടുക എന്ന് നോക്കാം. ഒപ്പം തന്നെ മറ്റ് രാശിക്കാർക്കുള്ള പരിഹാരം അവസാനം പറയുന്നുണ്ട്. പരിഹാരം ചെയ്യുമ്പോൾ നമുക്ക് ദോഷം മാറി കൂടുതലായിട്ട് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. മേടൻ രാശി, ഇടവൻ രാശി, ചിങ്ങൻ രാശി, കന്നി രാശി, തുലാം രാശി, ധനു രാശി, മകരൻ രാശി, മീനൻ രാശി, ഇത്രയും രാശിക്കാരാണ്. മറ്റ് രാശിക്കാർക്ക് നിങ്ങൾ ദിവസവും കാലത്ത് എണീറ്റിട്ട് കുളി കഴിഞ്ഞാൽ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുന്നത്, അതുപോലെ ഓം നമഃശിവായ 11 തവണ ചൊല്ലുന്നതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ശുഭഫലവും ഭാഗ്യവും വർദ്ധിക്കും. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്